പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ, ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ, ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ, പാവന റൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ, അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ, ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. ജെറുസലേമിൻ്റെ ആകാശത്ത് ഒരിക്കൽ ഒരു കൊടുങ്കാറ്റടിച്ചു. കാൽവരി കുരിശുയർന്ന ജെറുസലേമിൻ്റെ ആകാശത്ത് ആത്മാവിൻ്റെ കാറ്റായിരുന്നു അത്. അന്നാസിൻ്റെയും കയ്യാപ്പാസിൻ്റെയും കൊട്ടാരങ്ങളെ ബൈപ്പാസ് ചെയ്ത് ജെറുസലേം ദേവാലയത്തിൽ പോലും പ്രവേശിക്കാതെ പുരോഹിതന്മാരുടെ കൂടാരങ്ങളെയെല്ലാം അതിജീവിച്ച് ജെറുസലേമിൻ്റെ ആകാശത്താഞ്ഞടിച്ച ആ കാറ്റ് മർക്കോസിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ മാളിക മുറിയിൽ സെഹ്യോൻ ശാലയിൽ പ്രാർത്ഥനാനിരതരായിരുന്ന 120 ശിഷ്യന്മാരുടെ മേൽ ആഞ്ഞടിച്ചു. ഈ കാറ്റടിച്ചത് ജെറുസലേമിൻ്റെ ആകാശത്താണ്. ജെറുസലേമിൻ്റെ ആകാശത്തിൻ്റെ പ്രത്യേകത കാൽവരിയുടെ ആകാശമാണത്. കുരിശുയർന്ന ആകാശമാണത്. കുരിശിൻ്റെ മീതെ ഉയർന്ന ആകാശമാണിത്. പരിത്യാഗത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പരിഹാരത്തിൻ്റെയും ആത്മത്യാഗത്തിൻ്റെയും കാൽവരികൾ, കുരിശുകൾ ഉയരുന്ന ആകാശത്ത് ദൈവാത്മാവിൻ്റെ ശക്തമായ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കും. കാത്തിരിപ്പിൻ്റെ ദിവസങ്ങൾ ഈ കാറ്റിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. 120 ശിഷ്യന്മാർ കാത്തിരുന്നപ്പോഴാണ് ആത്മാവിൻ്റെ കാറ്റടിക്കുന്നത്. അവർ ഏകമനസ്സോടെ പരിശുദ്ധ അമ്മയോടും യേശുവിനെ സ്നേഹിച്ചവരോടും യേശുവിൻ്റെ സഹോദരങ്ങളോടുമൊപ്പം പ്രാർത്ഥനാനിരതരായി കാത്തിരിക്കുമ്പോൾ പെന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അപ്പോസ്തല പ്രവർത്തനം 2:1 മുതൽ 4 വരെ വാക്യങ്ങളിൽ നാം വായിച്ചറിയുന്നത് പോലെ ആ ആത്മാവിൻ്റെ മഹാകാറ്റ്, ആ ആകാശത്ത് നാഞ്ഞടിച്ച കാറ്റ് ശിഷ്യന്മാർ സമ്മേളിച്ചിരുന്ന മുറിയിലേക്ക് ആഞ്ഞടിച്ച് കയറി. വെളിയിൽ നിന്നടിക്കുമ്പോൾ അത് കാറ്റായിരുന്നു. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അത് തീനാളങ്ങളായി മാറി. അതന്നും ഇന്നും അങ്ങനെയാണ്. ഒരു കാറ്റ് നിങ്ങളുടെ മേൽ ആഞ്ഞടിച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ അതൊരു തീയായി മാറും. ഒരു കാറ്റ് നിങ്ങളിൽ പ്രവേശിച്ചാൽ നിങ്ങൾ തീപ്പന്തങ്ങളായി മാറും. യെശയ്യായിൽ 10-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇസ്രായേലിൻ്റെ പ്രകാശം അഗ്നിയായും അവൻ്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും എന്ന് ദൈവത്തിൻ്റെ വചനം തരുന്ന സൂചന നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ കാത്തിരിപ്പിൻ്റെ കാലം ആ കൊടുങ്കാറ്റിനു വേണ്ടി ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള കാലമാണ്. ദൈവാത്മാവിൻ്റെ സജീവ സാന്നിധ്യത്തിന് വേണ്ടി, ആത്മാഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് കാത്തിരുന്നാൽ നിങ്ങളുടെയും ജീവിതത്തിൽ ആ കാറ്റടിച്ച് വരിക തന്നെ ചെയ്യും. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥതയാൽ തിരുസഭയിലേക്ക് അഗ്നിനാവുകളായി വീണ്ടും വന്നു നിറയണമേ. കർത്താവിൻ്റെ 2ാം വരവിനായി
ലോകത്തെ ഒരുക്കുവാൻ സഭയെ ബലപ്പെടുത്തിയാലും അങ്ങ് എല്ലാം കാണുന്നുണ്ടെന്ന ദൈവഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. സഭാമക്കളായ ഞങ്ങളെല്ലാവരും എന്നും കർത്താവിൻ്റെ മഹത്വത്തിനായി അധ്വാനിക്കുവാൻ കൃപ നൽകണമേ. ആമേൻ.